ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളാണ് ഈശോ നമ്മോട് പറയുന്നത്. കാണാതായ നാണയത്തിൻ്റെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകളും ഈശോ പറയുന്നത് പാപികളോടും ചുങ്കക്കാരോടുമാണ്. അതെ, ദൈവസ്നേഹത്തിൽ നിന്ന് തങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾ പുറത്തായി എന്ന് കരുതുന്ന ആ മനുഷ്യരുടെ ഇടയിൽ ഈശോ ഉപമകളെല്ലാം പറയുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്നത്, അവരോട് പറയുന്നതും ഇതുതന്നെയാണ്. നിങ്ങൾ പാപം ചെയ്ത് പുറത്തു പോകുമ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ തേടി വരുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്കുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉപമകളിലൂടെ എല്ലാം ഈശോ അവർക്ക് നൽകുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈശോ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ കഴിയുന്ന ഇളയ മകൻ, അവന് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളുമുണ്ട്. പക്ഷേ ഒരു ദിവസം അവൻ തൻ്റെ സ്വത്തെല്ലാം ചോദിച്ചു വാങ്ങി വിദൂരദേശത്തേക്ക് യാത്രയാവുകയാണ്. അവിടെ അവൻ വളരെ ധൂർത്തനായി ജീവിച്ച് തൻ്റെ സമ്പാദ്യമെല്ലാം തീർക്കുന്നു. അപ്പോൾ അവൻ്റെ സമ്പത്ത് കൂടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. അവന് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ് തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പിന്നീട് ഒരിക്കലും അവൻ അവിടെ നിന്നില്ല, പിതാവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരികയാണ് ആ തിരിച്ചറിവിൻ്റെ പുറത്ത്. അങ്ങനെ പിതാവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ തൻ്റെ മകനെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവ് അവനെ തൻ്റെ ഭവനത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുന്നു. പക്ഷേ തൻ്റെ പിതാവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടും തൻ്റെ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയ മൂത്തപുത്രൻ. ഇതെല്ലാമാണ് ഈശോ ഈ ഉപമകളിലൂടെ നമ്മോട് പറയുന്നത്. ഈ ഉപമയിൽ ഈ ഇളയ പുത്രൻ്റെ, ധൂർത്തപുത്രൻ്റെ മനോഭാവം പലപ്പോഴും നമ്മളെ പിടികൂടാറുണ്ടോ? നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ അത് ശരിയല്ല, ഞാൻ തിരഞ്ഞെടുത്ത ഈ കോഴ്സ് അത് ശരിയല്ല, ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അതിനാൽ ഇതെല്ലാം മാറ്റണം, പുതിയ സ്ഥലത്തേക്ക് പോകണം, പുതിയ കോഴ്സുകൾ എടുക്കണം, പുതിയതെന്തെങ്കിലും ചെയ്യണം, ഇവിടെ ആയിരിക്കുന്നത് നല്ലതല്ല, ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അത് വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ ചില നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റു വ്യക്തികളെക്കുറിച്ച് കുറ്റം പറയുന്നതും മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്നതും ഇതെല്ലാം നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഉള്ളിലെ ധൂർത്തപുത്രൻ്റെ മുഖങ്ങളാണ്. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഇഷ്ടപ്പെടാതെ മറ്റവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ധൂർത്തപുത്രൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ആയിരിക്കുന്ന അവസ്ഥകളെ സ്നേഹിക്കുവാനും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ദൈവസ്നേഹം ആ ധൂർത്തപുത്രൻ ആദ്യമായിരുന്ന ആ പിതാവിൻ്റെ സ്നേഹവലയത്തിൽ ആയിരിക്കുന്നത് പോലെ നമ്മളും ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽ തന്നെ തുടരും. രണ്ടാമതായിട്ട് ഈ ഉപമയിലെ മൂത്തപുത്രൻ്റെ ചിന്താഗതി. കൂടെ നടന്നിട്ടും പിതാവിൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കുന്നില്ല. പിതാവിൻ്റെ ഒപ്പം നടന്നിട്ടും ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവന് സാധിക്കാതെ പോകുന്നു. പലപ്പോഴും നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ സ്നേഹങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ, അയൽക്കാരുടെ, ബന്ധുക്കളുടെ, ഇവരുടെയൊക്കെ സ്നേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഒപ്പമായിരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ കരുതുമ്പോഴും വളരെ ദൂരത്തിലായിരിക്കും നമ്മുടെ മനസ്സ്. അവരോടുള്ള സ്നേഹത്തിൽ നമ്മൾ ഒരുപാട് പുറകിലായിരിക്കും, ഒരുപാട് ദൂരത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളും ഈ മൂത്തപുത്രൻ്റെ അതേ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. ഇന്ന് സൗഹൃദ വലയങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത കാലമാണ്. സോഷ്യൽ മീഡിയാസിലൂടെ 1000 ഫോളോവേഴ്സും 10,000 ഫോളോവേഴ്സും ഉള്ളവരുണ്ട്. പക്ഷേ നമുക്ക് തുറന്നു സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഒപ്പമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലുമൊക്കെ ഒന്നിച്ച് സംസാരിക്കാൻ, അവരോടൊക്കെ എൻ്റെ വേദനകളും സന്തോഷങ്ങളും തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ മൂത്തപുത്രനെ പോലെ നമ്മൾ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്നു, പക്ഷേ ഒരുപാട് ദൂരങ്ങളിലായിരിക്കും. സ്നേഹമുള്ളവരെ, തൻ്റെ 2 മക്കൾക്കും ആവശ്യത്തിൽ അധികം സ്നേഹം നൽകിയ ധൂർത്തനായ പിതാവിൻ്റെ ഉപമയാണ് യഥാർത്ഥത്തിൽ ഇത്. ആ പിതാവിൻ്റെ സ്നേഹത്തെ ധൂർത്തടിച്ച 2 മക്കളുടെ ഉപമ. നമ്മളും ഈ 2 മക്കളുടെ ഗണത്തിൽപ്പെടാതെ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ, ആ ബന്ധത്തിൽ ഒന്നിച്ചിരിക്കുന്ന നല്ല മക്കളായി തീരുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.